വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ചാനൽ മാറ്റാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഇപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോകാട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാം നമ്മളെ ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പും ചക്കക്കുരു വെള്ളം വെച്ചിട്ട് കുക്കറിലിട്ട് നല്ലോണം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാൻ മൂടി കുക്കറിൽ അങ്ങോട്ട് വെച്ചു, അടുപ്പം കൊണ്ട് വെച്ചു. നമുക്ക് ഇനി അടുത്തായിട്ട് വേണ്ടത് നമുക്ക് നമ്മളെ ചെമ്മീൻ വറുത്തെടുക്കണല്ലോ. ഉണക്കച്ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ഉണക്കച്ചെമ്മീൻ ഇറങ്ങി നല്ലോണം റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മണം വരും കേട്ടോ. ഉണക്കമീൻ ഒരു നല്ല മണമാണ് കേട്ടോ. എനിക്കിവിടെ ഇഷ്ടമാണ് മണം. അപ്പോൾ അതൊക്കെ വരും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിൻ്റെ തല കളഞ്ഞെടുക്കാം കേട്ടോ. നമ്മളെ ചെമ്മീൻ്റെ തല കളഞ്ഞെടുക്കാം. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മളെ ചക്കക്കുരു വെന്തിട്ടിട്ടുണ്ടാവും. അപ്പോൾ ചക്കക്കുരു വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെമ്മീൻ 2 ഭാഗമായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം, പിന്നെ മാങ്ങയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വെവാൻ വെക്കാം കേട്ടോ. ഇത് മാങ്ങ ഒക്കെ ഒന്ന് വെവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു ജാറിലേക്ക് നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കാം, അരപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച പകുതി ചെമ്മീനുണ്ടല്ലോ, അത് ഈ അരപ്പിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഇത് മാത്രം. പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇതിലിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഉപ്പ് ഇടണില്ല കേട്ടോ ഇതിൽ. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഫൈനായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളെ ചക്കക്കുരു മാങ്കറി വെച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് വന്ന് നമുക്ക് അരപ്പിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഗ്യാസ് വെച്ചിട്ട് അരപ്പ് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡി ആവും കേട്ടോ. പിന്നെ ഒരു താളിപ്പും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ കറി ഇവിടെ വറ്റി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരെ താളിപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് താളിക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മളെ ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ചെറുള്ളി ഉണ്ടല്ലോ ബ്രൗൺ ഗോൾഡൻ കളർ ആവണം. അപ്പോൾ ബ്രൗൺ ഗോൾഡൻ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മളെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ താളിപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടയിലൊന്നും നമ്മൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.